ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ തന്ത്രിക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഹൈക്കോടതി. എന്തിനാണെന്നല്ലേ, സർക്കാർ ജാമ്യ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു SIT. ഇപ്പോൾ ആ വിഷയത്തിൽ SITയുടെ ഹർജിയിൽ സർക്കാർ നൽകിയ അപ്പീലിൽ വാദം കേൾക്കണം എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള SITയുടെ അപ്പീലിലാണ് നോട്ടീസ്. തെളിവില്ലെന്ന് വിചാരണ കോടതിയുടെ പരാമർശങ്ങൾക്ക് സ്റ്റേ. തെളിവില്ലെന്ന വിചാരണ കോടതിയുടെ പരാമർശങ്ങൾക്ക് സ്റ്റേ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം ദേവരാജ്, അങ്ങനെ തന്ത്രിയുടെ ജാമ്യം അനുവദിച്ചുകൊണ്ട് വിചാരണ കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയതാണ്. ഒരു കോടതി വിധി ഈ കേസിൽ പറയുന്നതിന് സമാനമായ രീതിയിൽ മെറിറ്റിലേക്ക് കടന്നാണ് അവിടെ വിധി പ്രസ്താവം പോലെ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. അത് വളരെ വിചിത്രവുമായിരുന്നു. ഇപ്പോൾ ആ പരാമർശങ്ങൾക്ക് സ്റ്റേ വന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തന്ത്രി വീണ്ടും കുരുക്കിലേക്കാണോ ശ്യാം ദേവരാജ്? അങ്ങനെ തന്നെയാണ്. ഈ കണ്ഠര് രാജീവർക്ക് നേരത്തെ കൊല്ലം വിജിലൻസ് കോടതിയാണ്, വിചാരണ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യ ഉത്തരവിൽ തന്ത്രിക്കെതിരെ തെളിവില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ വിചാരണ കോടതി നടത്തിയിരുന്നു. പക്ഷേ ഒരു ജാമ്യാപേക്ഷയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് തികച്ചും അനുചിതമാണ് എന്നടക്കമുള്ള വാദങ്ങൾ ഉയർത്തിയാണ് SIT ഹൈക്കോടതിയെ സമീപിച്ചത്, അപ്പീൽ നൽകിയത്. ഈ അപ്പീലിലാണ് SITക്ക് ആശ്വാസകരമാകുന്ന നടപടി വരുന്നത്. അതായത് തന്ത്രിക്കെതിരെ തെളിവില്ല എന്ന പരാമർശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്യുന്നു. ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. രണ്ട് കേസുകളിൽ ഈ അപ്പീലിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് ഹൈക്കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. തന്ത്രിയുടെ മറുപടി കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതി SITയുടെ അപ്പീലിൽ വാദം കേൾക്കുക. തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടും ഒപ്പം ഈ പരാമർശം വിചാരണ കോടതിയുടെ വിവാദമായ തെളിവില്ലെന്ന പരാമർശം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് SIT അപ്പീൽ നൽകിയത്. ആ അപ്പീലിലാണ് ഹൈക്കോടതി ഇപ്പോൾ തന്ത്രി കണ്ഠര് രാജീവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായി 41 ദിവസമാണ് തന്ത്രി ജയിലിൽ കഴിഞ്ഞത്. അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ കോടതി ജാമ്യം നൽകുമ്പോഴാണ് തെളിവില്ല എന്നൊരു പരാമർശം വിചാരണ കോടതിയുടെ വിധിയിലുണ്ടായത്. പക്ഷേ ഇതിൽ ഹൈക്കോടതിയിൽ SIT പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയ മൗനാനുവാദമാണ് അനുജ്ഞയിലൂടെ നടപ്പാക്കിയത്. സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ തന്ത്രിയും ഭാഗമാണെന്നടക്കമുള്ള ഗൗരവതരമായ ആരോപണങ്ങൾ തന്ത്രിക്കെതിരെ SIT ഉന്നയിച്ചിരുന്നു. കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ തന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ കഴിയുന്ന നിരവധിയായ തെളിവുകൾ അക്കമിട്ട് നിരത്തിയാണ് SIT ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. പ്രത്യേകിച്ചും ഇതിന്റെ ഓഡിയോ സംഭാഷണങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠര് രാജീവരുമായി ഉള്ള ഓഡിയോ സംഭാഷണങ്ങൾ അടക്കമുള്ള തെളിവുകൾ SIT ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ തെളിവുകൾ ഒക്കെയും കോടതി പരിശോധിച്ചാണ് ഇപ്പോൾ ഈ ഒപ്പം തന്ത്രിക്ക് നോട്ടീസ് അയക്കുന്നത്. ഒപ്പം വിചാരണ കോടതിയുടെ പരാമർശം, തെളിവില്ല എന്ന പരാമർശം വിചാരണ കോടതി സ്റ്റേ ചെയ്യുക കൂടി ചെയ്യുന്നത്. ഇനി ഈ അപ്പീലിൽ, സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിൽ തന്ത്രി കണ്ഠര് രാജീവര് മറുപടി നൽകണം. ആ മറുപടി കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഈ SITയുടെ അപ്പീലിൽ വിശദമായ വാദം കേൾക്കുക. തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണം, ഒപ്പം വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ റദ്ദാക്കണം തുടങ്ങിയ രണ്ട് ആവശ്യങ്ങളാണ് ഹർജി ഈ അപ്പീലിൽ SIT ഉന്നയിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തേത് തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ആ ആവശ്യത്തിൽ തന്ത്രിയുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാൻ കഴിയൂ. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ശ്യാം. ഒന്ന്, ഈ SIT ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്ത്രിക്ക് അറിവുണ്ടായിരുന്നു. ഇതിൽ അനുജ്ഞ നൽകാൻ വേണ്ടി സ്വന്തം കൈപ്പടയിലാണ് എഴുതി നൽകിയത്. വിജയമല്യ സ്വർണം പൂശുന്ന സമയത്ത് അതിന് അനുജ്ഞ നൽകിയിരിക്കുന്നത് സ്വർണം കൈപ്പടയിൽ എഴുതി നൽകിയതിന്റെ തെളിവുകൾ ഹാജരാക്കി. അപ്പോൾ സ്വർണമാണ് ഇതിൽ പൂശിയിരിക്കുന്നത് എന്നറിയാവുന്ന തന്ത്രി പിന്നീട് ഈ ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പുപാളികൾ എന്നെഴുതിയതിനകത്ത് ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദം. ആ തെളിവ് സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട്, ഒരു ഭക്തനായിരിക്കേണ്ട തന്ത്രിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന ചില ദൃശ്യങ്ങൾ ഭക്തിക്ക് നിരക്കുന്നതല്ല എന്ന മട്ടിലുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതടക്കം തെളിവുകളുടെ സൂചനകൾ കൂടി നൽകിക്കൊണ്ടാണ് SIT ഈ ജാമ്യത്തെ എതിർത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നത്. അതിന്മേലാണ് ഇപ്പോൾ ഈ വിധി വരുന്നത് എന്ന് വെച്ചാൽ ഹൈക്കോടതിക്ക് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടു നേരത്തെ കോടതിയുടെ ജാമ്യം കൊടുത്തിരിക്കുന്ന വിധിയിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന്. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ?
ഇക്കാര്യത്തിലെല്ലാം SIT ഉന്നയിച്ച വാദങ്ങളെല്ലാം പ്രഥമ ദൃഷ്ട്യാ പരിഗണിച്ചാണ് ഹൈക്കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇതിൽ തന്ത്രി കണ്ഠരര് രാജീവരർക്കെതിരെ ഹൈക്കോടതിയിൽ SIT ഉയർത്തിയ നിരവധിയായ വാദങ്ങളുണ്ട്. അത് എണ്ണി പറയുന്ന വാദങ്ങളാണ്. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ട്. പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ശബ്ദ സന്ദേശങ്ങൾ ഇതിന് തെളിവായി കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതാണെന്ന് തന്ത്രിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതായത് 1997 ഇത് സ്വർണം പൂശാൻ വേണ്ടിയുള്ള അനുമതി നൽകുന്നത്, അത് എഴുതി നൽകുന്ന കത്തടക്കമാണ് SIT ഹൈക്കോടതിയിലേക്ക് നൽകിയത്. എന്നാൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് 98-ൽ വിജയമല്യ സ്വർണം പൂശുന്നതിനെ സംബന്ധിച്ച് തന്ത്രിക്ക് അറിയാമായിരുന്നു. അങ്ങനെയുള്ള തന്ത്രിയാണ് 2019-ൽ ഇത് ചെമ്പ് പാളികളാണ് എന്ന് രേഖപ്പെടുത്തിയ മഹസറിൽ ഒപ്പുവെക്കുന്നത്. അതിൽ വൈരുദ്ധ്യമുണ്ട്. അതായത് തന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു മഹസറിൽ ചെമ്പ് പാളികൾ എന്നെഴുതിയ മഹസറിൽ ഒപ്പുവെക്കുന്നത്. ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. 1998-ൽ പാളികൾ സ്വർണം പൂശുമ്പോൾ കണ്ഠരര് രാജീവർ തന്നെയായിരുന്നു തന്ത്രിസ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത്. സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തേക്ക് പുറത്തുവെക്ക് കൊണ്ടുപോകരുത് എന്ന ദേവസ്വം മാനുവലിനെ സംബന്ധിച്ച് തന്ത്രിക്ക് അറിവുണ്ടായിരുന്നു, ധാരണയുണ്ടായിരുന്നു. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകണമെന്നുള്ള അപേക്ഷയും തന്ത്രിയുടെ അനുമതിയും തയ്യാറാക്കിയത് ഒരേ വേഡ് ഫയലിലാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സിസ്റ്റത്തിലാണ് ഇത് തയ്യാറാക്കിയത്. നടക്കമുള്ള കാര്യങ്ങൾ SIT ഹൈക്കോടതി